മറയ്ക്കുന്നു. ഇന്നത്തെ ഈ സ്റ്റേജിൽ വർത്തമാനകാലത്തെ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ വരവിൽ ചിലരുടെ ജീവിതങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. IPC ഗിൽഗാൽ ലെജൻഡറി എജുക്കേനി സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന പത്തിലധികമാർ എന്ന ഈ സ്കെച്ച് ഒരു വിനോദം മാത്രമല്ല, ഓരോരുത്തരെയും ഉണർത്തുന്ന ഒരു വിളി കൂടെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും മനസ്സും ശ്രദ്ധയും അല്പനേരത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുന്നു. സുഖമായിരിക്കുന്നല്ലോ. എന്തുകൊണ്ട് വിശേഷം? കഴിഞ്ഞ ആഴ്ച മീറ്റിംഗിന് കണ്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച എനിക്ക് അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റക്ക് ആയിപ്പോയി. എനിക്കങ്ങനെ മീറ്റിംഗ് മിസ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ സോറി കേട്ടോ. വിളിക്കണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഡ്യൂട്ടി ഒക്കെ അല്ലേ, ഒത്തിരി തിരക്കായി പോയി. അത് കുഴപ്പമൊന്നുമില്ല. എന്തോ പറയാന്, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കണം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കണം. അതിന് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം. ജെബി എല്ലാരെയും വിളിച്ചായിരുന്നോ? ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ മാമ, ഞാൻ എല്ലാരെയും വിളിച്ചായിരുന്നു. നമ്മൾ ഇത്രയും പേരൊക്കെ വന്നല്ലോ, എന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇനി വിളിച്ചിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണം. നമുക്കെന്നാ വേഗം മീറ്റിംഗ് ആരംഭിക്കാം. മീറ്റിംഗ് ആരംഭിക്കുന്നതിനായി ഞാൻ ആദ്യം സിസ്റ്ററെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, നല്ലൊരു രാത്രി സമയം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം. ലേഡീസ് മീറ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും അങ്ങേ മഹത്വം കരയറ്റുവാൻ കൃപ തന്നതിനായി സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും കർത്താവെ വചനധ്യാനം എല്ലാം അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിൽ ഞങ്ങൾ ആരും തള്ളപ്പെട്ടു പോകുവാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതൊന്നും വ്യർത്ഥമായി പോകാൻ ഒന്നാളും ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ വിഷയങ്ങളും അങ്ങയുടെ പൊന്നുകരങ്ങൾ സമർപ്പിക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലം കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. വളരെ അനുഗ്രഹീതമായ രീതിയിൽ പ്രസംഗിച്ചതിനായി പ്രിൻസി സിസ്റ്ററിനെ ഞാൻ വളരെ നന്ദി പറയുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു പാട്ടാണ്. പാട്ട് പാടുന്നതിനായി സുജി സിസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കുതോറും രമ്യം. ഞാനൊരു അഭിപ്രായം പറയട്ടെ. നമ്മൾ വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചതും പിന്നെ ബിൻസി സിസ്റ്ററിന്റെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലായിട്ട് ദൈവം എന്നോട് ഇടപെട്ടതുമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് തന്ന ഒരു വാക്യമുണ്ട്, അതിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യം മുതൽ 44-ാമത്തെ വാക്യം വരെ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നമ്മളിപ്പം വായിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് സമയത്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള കന്യാമാരെ പോലെ നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ച നമ്മുടെ വിളക്കുകളിൽ എണ്ണ കരുതി നമുക്ക് ഒരുങ്ങിയിരിക്കാം. സാധാരണ നമ്മുടെ ലേഡീസ് മീറ്റിങ്ങുകളിലൊക്കെയും ഒരു പാട്ടും പ്രാർത്ഥനയും പിന്നെ സാക്ഷിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. കുറച്ച് നാളത്തേക്ക് അതൊക്കെ മാറ്റി വെച്ച് ദൈവസന്നിധിയിൽ കുറച്ചു നേരം സമയമെടുത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കാം. എന്തു പറയുന്നു സിസ്റ്റേഴ്സ്?
ഓക്കെ, പ്രാർത്ഥനയൊക്കെ വളരെ നല്ല കാര്യമാണ് അമ്മേ. പക്ഷെ നമ്മൾ എത്ര നേരം എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ എല്ലാരും ടയേർഡാ, നിങ്ങൾക്കറിയാമോ? വി ആർ സോ ടയേർഡ്. ഇന്നലെയാണ് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കാറൊക്കെ മേടിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നേ. റോൾസ് റോയ്സ് ആയിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര നിർബന്ധം, അവർക്കൊരു ബെന്നി വേണമെന്ന്. അപ്പൊ പിന്നെ വിചാരിച്ചെന്നാ ബെന്നി മേടിക്കാവുന്ന. ബെന്നിയൊക്കെ മേടിച്ച് ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറെ ലേറ്റ് ആയി. വി ആർ ആക്ച്വലി ടയേർഡ്. പിന്നെ ഇന്ന് വരണ്ടെന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ കുറെ പേർക്ക് റൈഡ് മുടങ്ങും. അത് കാരണം പിന്നെ ഇങ്ങനെ വന്നതാ. വി ആർ റിയലി ടയേർഡ്. ഞങ്ങൾ ഉറങ്ങിപ്പോയാൽ അതുകൊണ്ട് വളരെ സാധ്യതയുണ്ട്. എങ്ങാണ്ട് ഉറങ്ങിപ്പോയ അമ്മമ്മേ ഞങ്ങളെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ വിളിച്ചേക്കാൻ ജെയിമി സിസ്റ്റർ, പക്ഷെ നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നോക്കിക്കോണേ. വാട്ട് ടോക്കിംഗ് ഓഫ് ഓയിൽ അമ്മാമ്മേ? ഹൗ ക്യാൻ ഐ കം വിത്തൗട്ട് ഓയിൽ? ഒന്നുമല്ലേ ഇതിന്റെ ലേഡീസ് കോർഡിനേറ്റർ അല്ലയോ ഞാൻ. ഓ മൈ ഗോഡ് ട്രീസ, ഈ ജെയിമി സിസ്റ്റർ പറഞ്ഞത് ശരിയാ. ഞാനാണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് വന്നത്. വളരെയധികം ക്ഷീണത്തോടു കൂടി ആയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ വർഷത്തെ ലേഡീസിന്റെ സെക്രട്ടറിയും കൂടെ ആയി പോയില്ലേ. മിക്കവാറും ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ മീറ്റിംഗും കൂടെ ആയിരിക്കും. വരാതിരുന്നാൽ എങ്ങനെയാന്ന് വിചാരിച്ച് ഞാനിങ്ങ് പോരുന്നു. എന്തായാലും ഞാൻ വിളക്കെടുത്തിട്ടുണ്ട് കേട്ടോ. അഥവാ എങ്ങനെ ഉറങ്ങിപ്പോയ എന്നെയും കൂടെ ഒന്ന് വിളിച്ചേക്കണേ. അയ്യടാ എന്റെ പൊന്നു മോളെ, ആരോടായിട്ട് അയ്യടാ എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ പറയുന്നത്? ഞാനാണ് ഇന്നലെ ഇവനിങ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പാതിരാത്രിയായി. അത് കഴിഞ്ഞിട്ട് കുളിയും ജപവും തീറ്റയും പിന്നെ രഞ്ജു ചേച്ചിയോട് കുറച്ച് കൊച്ചു വർത്താനം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പാതിരാത്രിയായി. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ വീട്ടിൽ കുറെ കോഴികളുള്ള കാര്യം. നേരെ പുലരാൻ അങ്ങോട്ട് ആവുമ്പോഴത്തേക്കും ഇതുങ്ങളെല്ലാം കിടന്നങ്ങ് ചില തുടങ്ങും. ഇതുങ്ങളുടെ ചിലയും കഴിഞ്ഞ് ഒന്ന് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നാ കിടക്കുന്നു ലേഡീസ് കോർഡിനേറ്റർ ജെയിമി സിസ്റ്ററിന്റെ ഒരു കോള്. ട്രീസ സിസ്റ്റർ യോഗത്തിനൊന്നും വരുന്നില്ലേ എന്നൊരു ചോദ്യം. എന്നാ പിന്നെ വിളിച്ചല്ലേ പോന്നേക്കാവുന്ന ഞാനും കരുതി. നിങ്ങൾക്കറിയാമല്ലോ ഞാനാണ് ഈ വർഷം ഭയങ്കര ബിസിയാ. കാരണം ഞാനല്ലേ ഈ വർഷത്തെ മ്യൂസിക് കോർഡിനേറ്റർ. രാവിലെ എണീച്ച് കുറെ പാട്ടും പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു. അന്ന് ഇവിടെ ഈ പ്രാർത്ഥന മാത്രമേ അറിഞ്ഞായിരുന്നുള്ളായിരുന്നെങ്കിൽ ഞാൻ വല്ല 10 മണി വരെയും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വല്ല ഷൂട്ടിങ്ങിന് പോയനായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ മണവാളം വരുമ്പോൾ ഞാനും ചിലപ്പോൾ കിടന്നുറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാനും ഭയങ്കര ടയേർഡ്. ഐ ആം ഓൾസോ സോ ടയേർഡ്. ട്രീസ് പറഞ്ഞു വളരെ കറക്റ്റ് ഡ്രസ്. ഞാൻ ഭയങ്കര ടയേർഡാണ്. കാരണം ഞങ്ങളുടെ മമ്മി എപ്പോഴും പറയും കർത്താവ് വരാറായി, കർത്താവ് വരായി, അവിടെ എണ്ണയൊക്കെ കരുതി വെക്കണമെന്ന്. കർത്താവ് സത്യം പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത് എനിക്കും അറിയത്തില്ല. നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അഥവാ ഇനി എങ്ങാണ്ട് വന്നെങ്കിൽ എന്നെയും കൂടി ഒന്ന് വിളിച്ചേക്കണേ. എല്ലാവരും പറഞ്ഞ പോലെ ഞാനും ഒത്തിരി ടയേർഡാണ്. നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഓൺലൈൻ മിനിസ്ട്രി ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഓൺലൈനിൽ 24 hours അവൈലബിൾ ആയിരിക്കണം. എൻ്റെ ഗ്ലോബൽ മീറ്റിംഗ് അല്ലേ, എല്ലാവരുടെയും ടൈമിങ് നോക്കണം. UAE-യുടെ ടൈമിംഗ് നോക്കണം, ഇന്ത്യയുടെ ടൈമിംഗ് നോക്കണം, ഓസ്ട്രേലിയയുടെ ടൈമിംഗ് നോക്കണം. അത് കാരണം രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഇപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയി. നിങ്ങളെ ഇടയ്ക്കൊക്കെ മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും മുടങ്ങത്തില്ലേ? അത് വലിയൊരു അനുഗ്രഹമല്ലേ? അത് കാരണം മണവാളം വന്ന് ഞാനും ഇനി ഉറങ്ങിപ്പോയാൽ അറിയത്തില്ല. എന്നെ കൂടെ ഒന്ന് വിളിക്കണേ നിങ്ങളെല്ലാവരും. എൻ്റെ അമ്മമ്മേ, ആ പാവ സുജിമാമ നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം എന്ന് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോഴത്തേന് എത്ര കംപ്ലൈന്റ് ഇവർക്കെല്ലാം എന്ത് പ്രശ്നമായി പോയത് പ്രാർത്ഥിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞപ്പോഴത്തേന്. എന്റെ റോസ്, ഇവരുടെ കംപ്ലൈന്റ്സ് ഒരിക്കലും തീരാൻ പോകുന്നില്ല. കംപ്ലൈന്റ് പറയുന്നവരെ നിനക്കറിയാമോ, എനിക്ക് ലേഡീസ് മീറ്റിംഗിന് വരുന്നതിന് ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഇതിന് ഭയങ്കര സപ്പോർട്ടീവും കൂടെയാണ്. മാത്രമല്ല നിനക്കറിയാമോ, ഞാൻ ഈ ലേഡീസ് മീറ്റിംഗിന് വന്നതിന് ശേഷമാണ് പാട്ട് പാടാന്, പ്രാർത്ഥിക്കാന്, പ്രസംഗിക്കാന്, എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ വരെ പറയാൻ ഞാൻ മേടിക്കുകയായിരുന്നു. തന്നെയല്ല നിനക്കറിയാമല്ലോ ലേഡീസ് മീറ്റിംഗിന് നമ്മൾ കൂടി വരുമ്പോഴൊക്കെ എത്ര വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഈ കർത്താവ് നമുക്ക് മറുപടിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കംപ്ലൈന്റ് പറയുന്നവര് പറഞ്ഞോണ്ടേ ഇരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. നമുക്ക് ഓരോരുത്തരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ഡിയർ സിസ്റ്റേഴ്സ്, ലോട്ട് ഓഫ് ഡിസ്കഷൻ. എന്തായാലും ദൈവത്തിന്റെ ആത്മാവ് സിസ്റ്ററിനോട് സംസാരിച്ചതല്ലേ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കന്യകമാർ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു.
ഓർത്ത് വെച്ച് തരാൻ പറ്റത്തില്ല. അങ്ങനെ തന്നാൽ നിങ്ങൾക്കും എനിക്കും കൂടെ കഴിയാതെ വരും. നിങ്ങൾക്ക് ഇവിടെ അടുത്ത് ഏതെങ്കിലും കടയിൽ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ അമ്മാമ്മയെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അമ്മാമ്മയൊക്കെ ഞങ്ങൾ ഇത്ര സ്നേഹിച്ചല്ലേ, കുറച്ച് എണ്ണയല്ലേ ഞങ്ങൾ തരുന്നത് ഈ സമയത്ത്. ടെസ്കോയിലൊക്കെ ഓയിലിന്റെ സ്റ്റോക്കാണ് വയ്ക്കും. ഇപ്പം ക്രിസ്മസിന്റെ ഓഫറൊക്കെ അല്ലേ, ഞങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. സോ സോറി. അയ്യോ, നിന്റെ കയ്യിൽ ബെന്റിയുള്ളത് പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് പോകും. ബെന്റ്ലി ആകുമ്പോൾ മണവാളിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് പോയി എണ്ണയും മേടിച്ചോണ്ട് വരാം. ആ രാജമൃഗത്തിന്റെ കടയിൽ കാണിക്കുക, ഞങ്ങൾ ഉപയോഗിച്ചോണ്ട് വരാം. ഇത് നല്ല കാര്യം. കുറച്ച് എണ്ണ ചോദിച്ചപ്പോഴത്തേക്കും മരുഭൂമിയിൽ പോയി മണല് വിൽക്കുന്ന പോലുള്ള വഴികളാണല്ലോ ഇവർ പറഞ്ഞു തരുന്നത്. അണ്ണാനെ ആരും മനക്കേട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞങ്ങൾക്കറിയാം എവിടെ സെയിൽസ് ഉള്ളതെന്ന്. രാവിലെ വെള്ളം ഇട്ടുകൊണ്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നേക്കുക. എല്ലാം ചോദിച്ചു അതുകൊണ്ട് തരുമില്ല. ആ സിസ്റ്റേഴ്സ് നമുക്ക് നോക്കാം എവിടുന്ന് എണ്ണ കിട്ടുമെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നെ എതിരേൽപ്പാൻ പ്രത്യാശയോടെ നിങ്ങൾ വിളക്കിൽ എണ്ണ കരുതി വിളക്ക് കത്തിച്ച് കാത്തിരുന്ന് എന്നോടുകൂടെ മണിയറയിൽ പ്രവേശിക്കാം. മണവാട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? അതെ, ആരെയും കാണുന്നില്ല. എല്ലാരും എവിടെ പോയി? മണവാളം വന്നെന്നാ തോന്നുന്നു. ഇനി എന്താ ചെയ്യുക? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്നെ അങ്ങ് മേടിച്ചോണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അതെ. മണവാളാണ് വന്ന് മണവാട്ടിമാരെ കൊണ്ടുപോവുകയും ചെയ്തു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി. കർത്താവേ, കഥ ഒന്ന് തുറക്കാമോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുതേ. ഇത് ജെയിംസ് റൈറ്റ്സ് അല്ല, ജെയിംസ് വർഗീസ് അല്ല കേട്ടോ. ഞാനാണ് കുടുംബമായിട്ട് എല്ലാ മീറ്റിങ്ങിലും വരുന്നതാ. കഥ ഒന്ന് തുറക്കണേ പ്ലീസ്. നീ പറയുന്നതെല്ലാം നേരാ, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ കർത്താവേ, ഞാനും തള്ളപ്പെട്ടു പോയോ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? കർത്താവേ, ഇത് ഞാനാ പ്രൈസിയ. വാളകൻ സഭയിലെ ജോൺസൺ ബ്രദർ, ജേസൺ ബ്രദറിനെ ഒക്കെ അറിയത്തില്ലേ? അതിലെ ജോൺസൺ ബ്രദറിന്റെ വൈഫാണ്, പ്രൈസിയാണ്. തന്നെയല്ല, ലേഡീസിന്റെ സെക്രട്ടറിയും കൂടെയാ. കഥ ഒന്നും തുറക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, അങ്ങനെ പറയരുത്. ഞാൻ ഒറ്റയ്ക്ക് സമുദായത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നെ കണ്ടിട്ട് അനേകം ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയായി. അപ്പൊ ഞാൻ തള്ളപ്പെട്ടു പോകാൻ ഇടയാകരുതേ കർത്താവേ. നീ എല്ലാ കാര്യങ്ങളും ചെയ്തു, ശരിയാ, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, അങ്ങനെ പറയരുത്. ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്റെ അച്ചായനോട് എന്താ പറയും? എന്തായാലും അച്ചായനും ജെയിംസ് ബ്രദറും ഒക്കെ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. അതാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം. ഇങ്ങോട്ട് മാറിക്കേ പ്രൈസസ്. ഞാനൊന്ന് നോക്കട്ടെ. കർത്താവേ, കർത്താവേ, കഥവ് തുറക്കണമേ. ഞാൻ നിന്റെ പ്രിയപ്പെട്ട ലിൻസ മോളാണേ. ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ കർത്താവേ, അങ്ങനെ ഒന്നും പറയരുതേ. ഞാൻ സമയവും കാലവും നേരവും ദൂരവും ഒന്നും നോക്കാതെ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. എത്ര രാജ്യങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിയതെന്ന് അറിയാമോ? അതൊന്ന് ഓർക്കണമേ. മകളെ, ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ കർത്താവേ, ഞാനും തള്ളപ്പെട്ടു പോകും. പിന്നെ എന്ത് ചെയ്യും? എല്ലാവരും മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങളൊന്ന് മാറി നിന്നേ, ഞാൻ നോക്കട്ടെ കർത്താവ് കഥവ് തുറക്കുമെന്ന്. കർത്താവേ, കർത്താവേ, കഥവ് തുറന്ന് കർത്താവേ. ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട ട്രീസമോളാ വിളിക്കുന്നേ. കഥവ് തുറക്ക് കർത്താവേ. ഞാനാണ് ഇവിടുത്തെ പഴയ വിശ്വാസിയ കർത്താവേ.
ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത് എന്റെ കർത്താവേ. ഞാനാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നിനക്ക് വേണ്ടി ചെയ്തത്. എത്ര പിള്ളേരെയാ ഞാൻ സൺഡേ സ്കൂളിൽ നിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അവരെല്ലാം ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗസ്റ്റ് സ്പീക്കേഴ്സ് ആയിട്ട് പോയി പ്രസംഗിക്കുന്നു. അത് മാത്രോ, എന്റെ അപ്പനാണെങ്കിൽ നാട്ടിലൊരു ചർച്ച് പണിഞ്ഞിരിക്കുന്നു. എന്റെ അമ്മ 43 വട്ടമാണ് കർത്താവെ ബൈബിൾ മൊത്തം പ്രാർത്ഥിച്ചു തീർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള എന്നെ നീ ഉപേക്ഷിക്കല്ലേ എന്റെ കർത്താവേ. നിന്റെ മാതാവിനെ ഞാൻ അറിയുന്നു, പക്ഷേ നിന്നെ ഞാൻ അറിയുന്നില്ല. നിന്റെ കർത്താവെ, ഞാനും കൈവിട്ട് പോയെന്നാണ് തോന്നുന്നത്. എന്നാ ഞാനിനി ഒന്ന് നോക്കാം. കർത്താവെ, കർത്താവെ ഒന്ന് ഡോറ് തുറക്കോ. ഇത് നിന്റെ പ്രിൻസിപ്പളാ കർത്താവെ. IPC ചർച്ചയ്ക്ക് കൂടുന്ന ഏറ്റവും താഴ്മയും ശാന്തനും അതിലുപരിയായി വിശ്വാസ വീരനുമായ ജോബിയുടെ ഭാര്യയായ പ്രിൻസിയാണ് കർത്താവെ. കർത്താവെ, മകളെ, വിശ്വാസ വീരനായ ജോബിയെ ഞാൻ അറിയുന്നു. നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ടല്ലോ. നമ്മൾ തള്ളപ്പെട്ടു പോയിന്നാ തോന്നി. നമുക്കിത് പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. നമുക്ക് പോവാം. പ്രാർത്ഥിച്ചു പറയാൻ എന്ത് ചെയ്യാനോ. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ തള്ളപ്പെട്ടു പോയി. നിൽക്കൂ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മറ്റ് കന്യകമാർ നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് വിളക്കിൽ എണ്ണ കരുതി കത്തിച്ചു കാത്തിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വിളക്കിൽ എണ്ണ കരുതിയില്ല? എന്തായാലും കൈവിടപ്പെട്ടു പോയി. നമ്മൾ ഇത്ര ഓടിയത് അധ്വാനിച്ചതും ഒക്കെയും വെറുതെ മനുഷ്യനെ പ്രസാദിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ നിത്യത നഷ്ടമായി പോയിരിക്കുകയാണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സഹോദരിമാരെ കർത്താവിനോട് ക്ഷമ ചോദിച്ചാലോ? ആവിഷ്കാരമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതൊരു സങ്കല്പമല്ല, സമീപഭാവിയിൽ നടക്കാനുള്ള ഒരു യാഥാർത്ഥ്യമാണ്. തമാശയോടാണ് നമ്മൾ ഇത് കണ്ടതെങ്കിലും ഇപ്പോൾ കണ്ട സഹോദരിമാരെ പോലെ കൈവിട്ടു പോകാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ സ്കിറ്റിൽ കണ്ടതുപോലെയുള്ള പല പ്രവൃത്തികളും വഴി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് നാം ഗ്രഹിക്കണം. അവസാനമായി നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ച് ഈ സ്കിറ്റ് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു വരാറായി നാം ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ? ദൈവം നമ്മളെ